ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു മോള് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഉസ്താദ് പറയും, മോളെ ഹിജാബ് ഇടുന്ന കാലമായിട്ടോ, മുഖമൊക്കെ മറക്കണം എന്ന് പറയും. ഈ കുട്ടി അങ്ങനെ ധരിക്കണം, ശരീരം മറക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത്, കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നു ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത. പറയാനുണ്ടോ? മറയില്ലാത്ത മയ്യത്ത് കട്ടിലാണല്ലോ നമ്മുടെ നാട്ടിലെ കൾച്ചർ. അതുകൊണ്ട് അബിസീനിയ മോഡലുള്ള മറയുള്ള മയ്യത്ത് കട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറയുള്ള മയ്യത്ത് കട്ടിൽ വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഫാത്തിമ ബീവി. കാരണം എന്നെ പൊതിഞ്ഞ കഫം കൂടെ ഒരാളും കാണണ്ട, ശരിയല്ല കഫം കൂടെ. അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി, നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ഷെറിന്നും ഫാത്തിമ ഹിബാന്നും പേരിട്ടാൽ മതിയോ? ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഗ്ലൗസും ഹിജാബും ഷോക്സ് ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടത്തിയും ഏട്ടൻ്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട്. മത്സ്യ വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം വർത്താനം പറയുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ കുട്ടി എന്താ ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. വീട്ടിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കാനാണ് കുട്ടി സ്വീകരിക്കുക. കുട്ടി അതല്ലേ സ്വീകരിക്കുക? മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക? അല്ല, വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതാണ് ഉണ്ടാവുക. സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമമൊന്നുമല്ല ഹിജാബ്. ഹാദിയക്ക് പഠിക്കുന്ന മോളെ കൂട്ടിയിട്ട് ഉമ്മ എവിടെയെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല, കയ്യോറില്ല, മോക്ക് ഹിജാബ് ഉണ്ട്, കയ്യോറുണ്ട്. ഇതേത് നിയമം? ഇതേതാ നിയമം? ഇതേതാ നിയമം? അങ്ങനെ ഉണ്ടോ? 2 നിയമം, പുതിയ നിയമം പഴയ നിയമമാണോ? അതാണ് ഈ പറയുന്നത്. ആ കുട്ടിയുടെ മുമ്പിൽ വരച്ചു കൊടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും ആ കുട്ടിയുടെ കാലിയായ ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുക. ആ കുട്ടിയുടെ വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തുനിന്നും കാണുന്ന ഒക്കെ ആ കുട്ടി പഠിക്കും. അതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. ആ ഗ്ലാസ് ഒന്ന് എടുക്കാവോ? അത് വീടാവോ? ഇല്ലല്ലോ, തൽക്കാലം സ്റ്റേജിൽ അത് വീടില്ല അല്ലേ? ഇല്ല, ആ ഗ്ലാസ് മാത്രം എടുക്കാൻ പറയാം. ഈ ഗ്ലാസ് എന്ന് പറയാം, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ എന്തും സ്വീകരിക്കാൻ പറ്റുന്ന ഭാഗത്തില്ല. ഈ ഗ്ലാസ്സിൽ മുന്തിരി ജ്യൂസ് ഒഴിക്കാം, ഈ ഗ്ലാസ്സിൽ തന്നെ ചുടുവെള്ളം ഒഴിക്കാം, ഈ ഗ്ലാസ്സിൽ തന്നെ മൂത്രം ഒഴിക്കാം അല്ലേ? ഒഴിക്കുന്നതാണ് പ്രശ്നം, ഗ്ലാസ്സിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ കുട്ടി ഏത് രീതിയിലാണ് മുടി മുറിക്കേണ്ടത് കുട്ടിയല്ല തീരുമാനിക്കേണ്ടത്, കുട്ടീൻ്റെ വാപ്പ, കുട്ടീൻ്റെ ഉമ്മ, കുട്ടീൻ്റെ ജ്യേഷ്ഠൻ. കുട്ടി എന്തിനാലും ഇങ്ങനെ വെച്ച് കൊടുക്കും, എന്തോ ചെയ്തോളി, കട്ട് ചെയ്ത് കട്ടാക്കിയാലും ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ അടുത്ത് കാണിച്ചതിൻ്റെ കളി നന്ന് ആ തല ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ് പറയുന്നത്. താല്പര്യം അതാണ്. നന്മയാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ നന്മയാർന്ന ജീവിതമായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. ആ കുട്ടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. കുട്ടി മാത്രമല്ല, ആ കുട്ടി നന്മയുടെ വാഹകനായ കാരണത്താൽ ആ കുട്ടിക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകൻ, ഉസ്താദ്, അതിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾ എല്ലാവരും കൂലിയിൽ പങ്കാളികളാവും. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് തോനെ കുറേ ഇബാത്തില്ലെങ്കിലും ഒരു 4-5 മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത ആ കൂലി തന്നെ മതി, ആ നന്മ തന്നെ മതി. കാരണം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ ഹൈറിന്റെയും കൂലി ഉപ്പാക്കും കിട്ടും.